ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോൾ ഉള്ളത് അരുണാചലിലാണ്. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ സൈക്കിൾ ടൂറിലാണ് കേട്ടോ. ഇപ്പോൾ അരുണാചലിലെ സിലൂക്ക് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ പോണത് റോയിങ്ങിലേക്കാണ്. ഇപ്പം ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായിട്ടാ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് കാഴ്ചകളും ഒരുപാട് എക്സ്പീരിയൻസുകളും ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. ഇതൊരു ചെറിയൊരു പച്ചക്കറി തട്ടാണ്. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ അവർ പുതിയത് പണിതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയുണ്ട്. ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ടെൻ്റ് അടിച്ചത്. ഇതൊക്കെ അത്യാവശ്യം ചൂടുണ്ടാകുന്ന കേട്ടോ. അതുകൊണ്ട് ഞാൻ മേളിലെ കവർന്ന് ഇട്ടിട്ടില്ല. പിന്നെ അതുപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുക്ക് ചെയ്താണ് ചെയ്തത്. ഇവിടെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ആയിട്ടുണ്ട്, കണ്ടില്ലേ? അവിടെ ഓരോ ആളുകൾ ഇങ്ങനെ വന്ന് സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. ഇവിടെ കൂടുതലും പച്ചക്കറി, പിന്നെ ഇലവർഗ്ഗങ്ങളാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഇവർ ഇലവർഗ്ഗങ്ങളാണ് കൂടുതൽ കഴിക്കണത്. അതുപോലെ തന്നെ ബോയിലാക്കിയാണ് അയക്കണം. നമ്മൾ ഉപയോഗിക്കണ പോലെ മസാലകളോ അല്ലെങ്കിൽ അതുപോലെ ഓയിലുകളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഇവർ ജസ്റ്റ് വെള്ളത്തിലിട്ട് വേവിച്ചാണ് കഴിക്കുന്നത്. ശരിക്കും അതാണ് ഏറ്റവും ഹെൽത്തി കേട്ടോ. ഞാൻ എന്തായാലും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ രാവിലത്തെ കച്ചവടം എങ്ങനെയാണ്. ഈ കാണുന്നത് ശരിക്കും ഒരു ഹൈവേ കേട്ടോ. ഇത് പോണത് റോയിങ്, അഞ്ചാവ്, അതുപോലെ തന്നെ ജൊനായി, തേജു അങ്ങോട്ട് പോകുന്ന റൂട്ടാണ്. ഇതാണെങ്കിൽ പാസിഗഡ്, ആലോ, ഇറ്റാനഗർ, ഇങ്കോങ് അങ്ങോട്ടൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്. നമ്മളിനി പോണത് ഇങ്ങോട്ടേക്കാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. ഇവിടെ അത്യാവശ്യം സാധനങ്ങൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ആളുകൾ ഓരോരുത്തരായിട്ട് വന്നിട്ടിരിക്കുന്ന കേട്ടോ. 7 മണിയായിട്ടില്ല. ഇവിടുത്തെ മെയിൻ സാധനങ്ങൾ ഈ പറഞ്ഞ മുളകാണ് കേട്ടോ. മുളക്, പിന്നെ ബാമ്പു, പിന്നെ ഇതെന്തോ ഒരു സൈസ് കള്ളു പോലത്തെ സാധനം കേട്ടോ. പിന്നെ ചെറിയ ആലു കണ്ടില്ലേ, ഉരുളൻകിഴങ്ങാണ് ചെറുത് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഉണക്കമീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണക്കമീൻ എന്തോ പൊതിഞ്ഞ് വെച്ചേക്കണേണ്. രാവിലെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ തുറന്നു തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തോ മരം വീണ് കിടപ്പുണ്ട് താഴത്ത്. കാരണം നല്ല കാറ്റും മഴയായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇതൊരു ക്ലീനസ്റ്റ് വില്ലേജാണ്. അതുകൊണ്ട് ഇവിടെ ഇത് കണ്ടില്ലേ, ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ആക്കിയില്ലെങ്കിൽ അതുപോലെ തന്നെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് തന്നെ അവർ നല്ല രീതിയിൽ ഫൈനൊക്കെ അടിക്കും. ഓരോരുത്തരും ഇങ്ങനെ വന്നിട്ടുണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഇഞ്ചിയാണ്. പിന്നെ ഇപ്പുറത്ത് കൊണ്ട് കേട്ടോ കുറച്ച് കച്ചവടക്കാർ. ഇതിൻ്റെ മേളിൽ കാണുന്നത് മറ്റേ ഇതാണ് പൈനാപ്പിൾ കൃഷിയാണ്. കണ്ടില്ലേ, പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊക്കെ ഓരോരോ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മീനുണ്ട്. പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തട്ടുകാരെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ സമ്മതിച്ചില്ല കേട്ടോ. അവരതിനെ എതിർത്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം അതിൽ കാണിക്കാൻ നിന്നില്ല കേട്ടോ. എല്ലാവരും സമ്മതിക്കണമെന്നില്ല, പെർമിഷൻ തന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ആ ഒരു പച്ചക്കറിയുടെയും സാധനങ്ങളിലൊക്കെ വീഡിയോ ജസ്റ്റ് കൊടുത്തതന്നേ ഉള്ളൂ കേട്ടോ. എല്ലായിടത്തും കണ്ടില്ലേ ഡസ്റ്റ്ബിൻ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ആരും വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടൂല കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങാടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഒരുപാട് വീടുകളൊന്നുമില്ല, ആകെ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഗ്രാമം ഉണ്ടാകും. അപ്പം മിക്കവാറും ഇന്നും മഴയും പെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് നോക്കിയേ, ഊഞ്ഞാലാണ്. അതായത് നമ്മളെ ടയർ ഇങ്ങനെ കെട്ടി വെച്ചേക്കണ കേട്ടോ. ഇതിൻ്റെ മേലിൽ നമുക്കിരുന്ന് ഊഞ്ഞാലൊക്കെ ആടാൻ പറ്റും. നല്ല അടിപൊളി ഭംഗിയുള്ള ഗ്രാമം കേട്ടോ. കുറേ പേരൊക്കെ നമുക്ക് ഇന്നലെ അടുത്ത് വന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നല്ല ആൾക്കാരാണ്. പക്ഷേ ചില ആൾക്കാരുണ്ട് കേട്ടോ, അവർ ചെറിയ ഇത് പറയും. പക്ഷേ ഇവർക്ക് വലിയ അറിവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, എങ്ങനെയാണ് വന്നതെന്നുള്ള. കാരണം നമ്മൾ സ്ഥലം കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ മോശമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ എതിർത്തൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം ഇവർ പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന യാത്രയിൽ. അതെല്ലാം ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമേ ഉണ്ടാകും. വീടുകളാണ് ഇത് നോക്കി, മുളയൊക്കെ വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. അരുണാചലിൽ കൂടുതലും മുളകൾ വെച്ചുണ്ടാക്കിയ വീടുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലിൽ പുല്ലല്ല കേട്ടോ. ഇതൊരു ഒരു ഇലയാണ്. ആ ഇല ഒരുപാട് കിട്ടും കേട്ടോ കാടുകളിൽ. ആ ഒരു ഇല വെച്ചിട്ടാണ് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ചേക്കണത്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. ഇവിടെ എല്ലാം ഇങ്ങനത്തെ ഒരു വീഡിയോകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ റൂട്ട് എങ്ങോട്ടേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. മിക്കവാറും ആസാമിലേക്ക് പോകുന്ന റൂട്ടായിരിക്കാം. കാണുന്നത് ഈ കാണുന്ന സുലൂക്കലാട്ടോ. സിലൂക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ഒരു പഞ്ചായത്താണ്, ഗ്രാമപഞ്ചായത്താണ്.
ഇത് ഒരുപാട് പഴക്കമുണ്ടായിരിക്കും കേട്ടോ. ഇല്ല, 2015 സ്റ്റാർട്ട് ചെയ്തതാണ്. നമ്മളിങ്ങനെ ഓരോ സൈഡിലൂടെ നടക്കുമ്പോഴും ഇതേപോലെ ചെറിയ ചെറിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒന്ന്. കാരണം ഇവർ നല്ല രീതിയിൽ ഈ ഒരു സ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. ഇവർക്ക് അതിനുള്ള എന്തോ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ഈ ബസ് കണ്ടില്ലേ, ഇത് പാസികളിൽ നിന്നും റോയിങ് പോണ ബസ്സാണ് കേട്ടോ. ഒരു എന്താ പറയുക, ഒരു AC ബസ്സാണ്. അവരിവിടെ സാധനങ്ങൾ മേടിക്കാണ്ട് പാസഞ്ചർ നിർത്തിയേക്കണേ കേട്ടോ. ഇതൊരു മാർക്കറ്റാണ്, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒരുപാട് ബസ്സും അതുപോലെ തന്നെ ഒരുപാട് വണ്ടികൾ നിർത്തി അതുപോലെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടായിരിക്കും പോണ റൂട്ടിലൊക്കെ പലതും കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ അവർ കാണുമ്പോൾ ഇതേപോലെ നിർത്തി കൊടുക്കും. നമ്മുടെ സൈക്കിളിൽ എയർ ഫില്ല് ചെയ്തിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എയർ സെറ്റാക്കണം. ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയൊരു ലീക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി കൊടുത്താൽ മാത്രമേ ജസ്റ്റ് ഇരിക്കുള്ളൂ. അതിൻ്റെ എന്തോ സാധനം ലൂസാണ് കേട്ടോ. അത് ടൈറ്റ് ചെയ്യാനുള്ള സാധനം എൻ്റെ കയ്യിലില്ല. ഇനിയിപ്പോൾ ടെൻറ്റിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഒതുക്കി ഫിറ്റ് ആക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിളിൽ എല്ലാ ലഗേജും കെട്ടിയിട്ടാ. അപ്പോൾ മഴ ഒന്ന് പൊടിയുന്നുണ്ട്. പിന്നെ അതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡസ്റ്റ്ബിന്നിലാണ് ഇടുന്നത്. അപ്പോൾ അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അപ്പോൾ അതിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. കാരണം ഇവർ ക്ലീൻ ആയിട്ടാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഡസ്റ്റ്ബിന്നിലാണ് ഇടാൻ നോക്കുന്നത്. സൈക്കിളിൽ തന്നെ ഞാൻ ക്യാരി ചെയ്യാറുണ്ട് കേട്ടോ വേസ്റ്റുകളൊക്കെ. കാരണം നമ്മളായിട്ട് ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ നശിപ്പിച്ചിട്ട് പോകരുത് ഒരിക്കലും. അത്യാവശ്യം നല്ല മഴ പൊടിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ റോയിങ് പോകാനാണ് പ്ലാൻ ഇട്ടേക്കണത്. റോയിങ് ഏകദേശം 55-60 किलोमीटर है बेटा. ഒരു പിടുത്തമില്ല. भैया थैंक यू. आपका नाम क्या है भैया? मेरा रोहित है. रोहित ईरान. अच्छा, आप ये गाँव का है ना? थैंक यू भैया. वापस आएगा वरना उधर से चला जाएगा. हाँ, मैं तो रोइंग से फिर आनी होके तेजू वगैरह घूम के पता नहीं आएगा तो बिल्कुल आएगा. ठीक है. അങ്ങനെ ആ ഒരു കടക്കാരനോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങിയിട്ടാ. ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ 10 രൂപ കൊടുക്കണം. പിന്നെ 2 തവണ യൂസ് ചെയ്ത്, ഇന്നലെ രാത്രി യൂസ് ചെയ്ത്, രാവിലെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി യൂസ് ചെയ്ത് പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടാ മക്കൾ. ഇപ്പോഴും മഴ പൊടിഞ്ഞണ്ടിരിക്കണേണ്. ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, സിലൂക്ക് എന്ന് പറഞ്ഞ വില്ലേജിലാണ്. ഇനിയിപ്പോൾ നേരെ റോയിങ്ങിലേക്കാണ് പോണേട്ടാ. വണ്ടികളൊക്കെ കുറവാണ് ഇന്ന് കണ്ടത്. അത്യാവശ്യം പോണുണ്ടായിരുന്നു കേട്ടോ. ബസ്സൊക്കെ നിങ്ങൾ കണ്ടല്ലേ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ലൈസ്. വേറെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാമെന്ന് വെച്ചിട്ടാ. പല്ലിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കുറേയൊക്കെ കാര്യം എന്തെങ്കിലും കടിക്കുമ്പോൾ ചെറിയ പുളിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയായിരുന്നു രാവിലെ. പിന്നെ ഞാൻ ഓർത്തില്ല കേട്ടോ. നമ്മൾ രാവിലെ പെട്ടെന്ന് പോകാമെന്ന് വെച്ചാൽ ആ സമയത്താണ് മഴയും പെയ്തത്. അല്ലെങ്കിൽ ഇനി പോകണമെങ്കിൽ ഇവിടെ നിന്ന് ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ തൽക്കാലം ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്ത് പോകണേട്ടാ. ഈ കാണുന്നൊക്കെ സിലൂക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ ചെറിയ ചെറിയ വീടുകളാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്തോറും ഇതേപോലെ 1-2 വീടൊക്കെ ഇടവിട്ട് കാണാൻ പറ്റും. നമ്മൾ ഈ സഞ്ചരിക്കുന്ന റൂട്ടും ഒരു അപകടം പിടിച്ച റൂട്ടാണ് കേട്ടോ. ഈ ഒരു റൂട്ടിൽ കടുവ ഇറങ്ങുമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഇടയ്ക്ക്. ഇവിടെയല്ല, കുറച്ചങ്ങോട്ട് മാറിയാണ്. അതായത് മയോധ്യ പോണ റൂട്ടിലാണ്. പക്ഷേ ഇവിടെയും കടുവ ഇറങ്ങുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞേട്ടാ. നമ്മളപ്പുറവും ഇപ്പുറമൊക്കെ ഇങ്ങനെ നോക്കിയാണ് പോണത്. പറയാൻ പറ്റില്ല കേട്ടാ. നമുക്ക് നേരെ റോയിങ് ഏകദേശം 55 കിലോമീറ്റർ, മയോധ്യ പാസ് ആണെങ്കിൽ ഏകദേശം 111 കിലോമീറ്റർ, നംസായി 159 കേട്ടാ, തിൻസുക്കിയ 154. നമ്മളങ്ങനെ ഏകദേശം 55 കിലോമീറ്ററും കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ റോയിങ് എത്തും കേട്ടാ. നല്ല അടിപൊളി റൂട്ടാണ് മക്കളെ. ഒരു വണ്ടിയിലാട്ടോ. നമ്മൾ കുറേ നേരം സൈക്കിൾ ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഫോറസ്റ്റ് റൂട്ടാണ്. എപ്പോൾ വേണമെങ്കിലും എന്തും പ്രതീക്ഷിക്കാം കേട്ടോ. അതുപോലെ തന്നെ എന്തായാലും ഇവിടുന്ന് പയ്യെ ഇറങ്ങണം, അല്ലെങ്കിൽ പണിയാവട്ടെ. വല്ല പുലിയാ ടൈഗർ ഇറങ്ങിക്കഴിഞ്ഞാൽ സീനാവും. കുറച്ച് റിസ്ക് ആണെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ട്. ഈ റൂട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ. നിങ്ങൾ ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. നമ്മളെ പോണ വഴിക്ക് ഇതിവിടെ ഒരു ചെറിയൊരു തോട്ടം കണ്ടിട്ടോ. ഒരു തോട്ടം, ഒരു കൃഷിയാണ്, പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇവിടെ ആരെയും കണ്ടില്ല കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു പേടിയുണ്ട് കേട്ടോ, വല്ല കടുവ ഇറങ്ങുക എന്നൊക്കെ ഒരു പേടിയുണ്ട്. ഇതൊക്കെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ. ഇതിലൊന്നും ഉണ്ടായിട്ടില്ല. പൈനാപ്പിളാണ് തോന്നുന്നത് കേട്ടോ. ഇതൊന്നും ഉണ്ടായി കിടപ്പില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവർ പറിച്ചെടുത്തിട്ടുണ്ടാവും. ഇവിടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മൾ പോണ റൂട്ടിലൊക്കെ ഫുള്ള് കൃഷിയാണ്. ഈ ഒരു കാടിൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃഷിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ കൃഷി ചെയ്യണം അങ്ങനെയാണ്, കാടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടായിരിക്കും കൃഷി ചെയ്യണത്. നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ഫുള്ള് നിരപ്പാക്കി എല്ലാം
കാടും പടലും ഒക്കെ വെട്ടി കളഞ്ഞിട്ട് അങ്ങനെയല്ല കൃഷി ചെയ്യണത്. കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്തെങ്കിലും സാധനമുണ്ട്. ചിലപ്പോൾ നെൽകൃഷിയൊക്കെ വരെയൊക്കെ ചെയ്യട്ടെ അതിൻ്റെ ഉള്ളിൽ. മക്കളെ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം ഒരു രക്ഷയില്ലാട്ടാ. ഇത് നോക്കി അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്നല്ല നമ്മൾ കാണേണ്ടത്. ഇതൊരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, ഇത് നോക്കിയേ. ഇപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ മഴ പൊടിഞ്ഞ് വരുന്നുണ്ട്. അടിയിലൂടെ ചെറിയ ചെറിയ അരുവികൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെ. ഇന്ന് മുഴുവനും മഴയാണ് കാണിക്കുന്നത് കേട്ടോ. മിക്കവാറും ഒന്നും കൂടെ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും ഇങ്ങനെ പൊടിഞ്ഞിട്ടിരിക്കുന്നുണ്ടാ മഴ. നമ്മൾ പോണ റൂട്ടിലൊക്കെ ചെറിയ ചെറിയ വില്ലേജുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് റോയിങ് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ടൗൺ കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ പയ്യെ പോയി. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൈഡ്. ഇന്നലെ നമ്മൾ സൺഡേ ആണ്, അതായത് ഞായറാഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. കാരണം കുറച്ച് ദിവസമായിട്ട് പെട്ടൊക്കെ ഇരിക്കണം. എൻ്റെ സൈക്കിൾ കംപ്ലൈൻ്റ് ആയി റിപ്പയർ ചെയ്ത് അത് ഇനി മഴ കാറ്റ് അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ദിവസമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഇന്നലെയാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഈ ഒരു ഗ്രാമം നോക്കിയാൽ നിങ്ങൾ, ഇതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേസ്റ്റ് ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്. അത് മുള വെച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ഓരോ സൈഡിലും ഇതേപോലെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി. അവിടെയുണ്ട് കേട്ടോ, അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ ഒരു വില്ലേജിൻ്റെ പേരാണ് ഈ കാണുന്നത്, അവോലി വില്ലേജ് കേട്ടോ. ശരിക്കും നമ്മൾ നേരെ സിലൂക്ക് വില്ലേജ് കണ്ടില്ലേ, അതേപോലത്തെ ഉണ്ട്. നമ്മൾ വന്ന വഴിക്ക്, അതായത് ആ ഒരു ബ്രിഡ്ജ് നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന വഴിക്ക് ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ഡസ്റ്റ്ബിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേസ്റ്റായിട്ടൊന്നും കണ്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കി ഏതെങ്കിലും ഒരു തരി വേസ്റ്റ് ഉണ്ടോ, പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കാരണം ഇങ്ങനെയാണ് വേണ്ട കേട്ടോ, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മൾ വേസ്റ്റ് ഇട്ട് തന്നെ ഇവർ ഫൈൻ ഈടാക്കോട്ടോ. അത് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇവർ. മാക്സിമം ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ വേസ്റ്റ് ഇടാതെ നോക്കുക. നല്ല നല്ല ഒരുപാട് ടൂറിസ്റ്റ് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച്, ശരിക്കും നമ്മൾ നല്ല ഭംഗി ആസ്വദിച്ച് വരുമ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ വല്ലാത്തൊരു നെഗറ്റീവ് ഫീലായിപ്പോൾ മനസ്സ് തന്നെ നമുക്ക് മടുത്തു. കാരണം ഞാൻ സത്യം പറഞ്ഞേ, ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ എനിക്ക് വന്നവയ്ക്ക് മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. കാരണം ഇതെനിക്ക് വേണമെങ്കിൽ വഴിയിലൊക്കെ വേണമെങ്കിൽ കളയാം. പക്ഷെ നമ്മൾ കളയാത്ത വേറെ ഒന്നുമില്ല. ഒരിക്കലും നമ്മൾ നമ്മളെ പ്രകൃതി നശിപ്പിക്കരുത്. നമ്മളാണ് ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടത്. നമ്മളായിട്ട് തന്നെ ഒരിക്കലും പ്രകൃതിനെ മോശമാക്കരുത്. ഓരോ സ്ഥലങ്ങൾ കാണാനാണെങ്കിലും ഇവിടുത്തെ വീടുകൾ നോക്കി, ഇതിനൊക്കെ വല്ലാത്തൊരു ഭംഗി തന്നെ കേട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പഴയ വീടുകളാണ് കേട്ടോ. ഇവിടെ എന്തോ കടകളൊക്കെ പണിയുന്നുണ്ട്. എന്ത് ഭംഗിയുള്ള വില്ലേജ് അല്ലേ. നമ്മൾ പോണ വഴിക്കൊക്കെ ഇതേപോലെ ഒരുപാട് വില്ലേജുകളുണ്ട് കേട്ടോ. ശരിക്കും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണോണ്ടാണ് ഈ ഒരു വില്ലേജിനൊക്കെ ഇത്രയും ഭംഗി. പിന്നെ നമ്മുടെ ഉണ്ടായിരുന്ന വേസ്റ്റ് നമ്മൾ ആ ഒരു ഇതിലിട്ടാ, ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു റൂട്ടിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കും വേണ്ടല്ലോ, പലരും നമ്മളോട് പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വശം നോക്കണം റോഡിൻ്റെ. അതുപോലെ തന്നെ കുറച്ചും കൂടെ റോഡിൻ്റെ സെൻറ്ററായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എവിടെ നിന്നാണ് സാധനം വന്നതെന്ന് പറയാൻ പറ്റില്ല. ഈ സാധനം എന്ന് പറയുന്നത് ടൈഗറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിനി പോണ റൂട്ടും ഡേഞ്ചറാണ്. അതായത് റോയിങ് ടു മയോധ്യ റൂട്ടിൽ പോലീസുകാരനെയും അതുപോലെ വേറെ രണ്ടിനെയും കടിച്ച് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പോലീസുകാരനെ കടിച്ച് കഴിഞ്ഞിട്ട് അയാളുടെ ബൈക്ക് കാര്യങ്ങൾ അവിടെ ഉള്ളത് നമ്മൾ ഒരു വീഡിയോ കണ്ടായിരുന്നു. അത് ഇവിടുത്തെ പോലീസുകാരാണ് നമുക്ക് ഷെയർ ചെയ്തത്. ശരിക്കും വന്ന വഴിക്കൊക്കെ കുറേ നോക്കിയാണ് വന്നത് കേട്ടോ. കാരണം ചെറിയ പേടിയുണ്ട്, ടൈഗർ എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ അത് ബ്രഹ്മപുത്രയുടെ കിട്ടില്ല വ്യൂ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ആ കാണുന്നതാണ് ബ്രഹ്മപുത്ര റിവർ. ഇവിടെ നിന്നുള്ള എല്ലാ നദികളും ചെന്ന് പതിക്കണത് ബ്രഹ്മപുത്രയിലേക്കാണ്. हाय हाय, आपका नाम क्या है? आगम दुई अरुणाचल से आपको दोबारा मिला था। हम तो 3 दिन का पहले मिला है ना। उस टाइम तो मेरा साइकिल रिपेयर करने का दुकान में है। उस टाइम आप लोग आके मेरे को मिला। भैया कहाँ जा रहे हो आप? आपका नाम भी पता हो? हाँ, अब दोनों को भी मिला है ना 3 दिन का पहले। 3 दिन पहले मिला था। उसका पहले भी मिला था, उससे पहले मिला, लेकिन लास्ट 3 दिन पहले मिला था। हम लोग सोचा कि भाई निकल गया होगा, तो उसका चलता फिरता बदन और साइकिल फिर दोबारा ऑन द वे में हम सोच ही रहे थे ये लड़का कहाँ पहुंचा होगा, कहाँ बात कर ही रहा था कि रोइंग में पहुंच गया ना, कहाँ पहुंच गया, दोबारा मिल गया। तो आप सही सलामत जाइएगा। और मेरा प्यारा दोस्तों, स्पेशली अरुणाचल के वासियों, आसपास से फिर से बोल रहे हैं दिखाई देने से भाई को प्लीज थोड़ा मदद करिए, क्योंकि बहुत अकेला जा रहा है। कुछ भी स्पेशली रहने का और थोड़ा खाना वाना कुछ भी दिखाई देने से
चलता फिरता मुसाफिर हम लोग अरुणाचल से गुजर रहे हैं, प्लीज सब भरपूर के प्यार दीजिएगा और आपको सिर्फ चढ़ने दे। थैंक यू सो मच. ओके देख के जाइए। ओके बाय. सर जाइए ओके हाय. ओके ओके ठीक है सेफ जर्नी. हम लोग निकलते रहते ഓക്കെ 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 नेक्स्ट वीक फिर मिलेगा। നെക്സ്റ്റ് വീക്കിൽ भी मिलेगा. നല്ലൊരു മഴയത്ത് ഇങ്ങനെ കയറിയിരിക്കണ കേട്ടാ, നനഞ്ഞ് ചീഞ്ഞു പോയി, എൻ്റെ പാൻ്റൊക്കെ നനഞ്ഞ് കുതിർന്നു പോയിട്ടാ. ആ സമയത്താണ് ഇവരെ കണ്ടത്. ഇവരെ നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു 3 ദിവസം മുമ്പ് കണ്ടതാണ്. 3 ദിവസത്തിന് മുമ്പ് ഒരു 5 ദിവസത്തിന് മുമ്പ് കണ്ടതാണ് ഇവരെ. പക്ഷേ ആ സമയം ഇവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന കേട്ടോ. ലാസ്റ്റ് ഇവർ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത്, ഇവർക്ക് ചാനൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഈ ന്യൂസ് ചാനലാണ് അരുണാചൽ എക്സ്പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവരുടെ നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അതിനുവേണ്ടി ഇവർ 3 ദിവസം നമ്മുടെ പുറകെ വന്നിട്ട്, പാവങ്ങൾ ഇവരും ബൈക്ക് റൈഡേഴ്സാണ്, യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ആക്കുന്നത്. എപ്പോൾ കണ്ടാലും നമുക്ക് ഫുഡ് മേടിച്ച് തരും, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാനോ അല്ലെങ്കിൽ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്നിട്ട് വീട്ടുള്ളൂ കേട്ടോ. പാവങ്ങൾ എന്നോട് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാം, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞ്. ഇവിടെ എന്തോ ചെറിയ റെസ്റ്റോറൻറ്റ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് വന്നോയ്ക്ക് ഒരാൾ തന്നായിരുന്നു കേട്ടോ, ഒരു ചപ്പാത്തി കുറച്ച് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാൾ ടിഫിൻ ബോക്സ് തന്നിട്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പോയി. അപ്പോൾ ആൾ പറഞ്ഞു വീഡിയോ എടുക്കരുത് പ്ലീസ്, എന്തോ എന്തോ സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, പുള്ളി എന്തോ ഇതിൽ വർക്ക് ചെയ്യാനേട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനത്. ഇങ്ങനെ മഴ മാറുമെന്ന് അറിയില്ല, എപ്പോൾ മാറുമെന്ന് അറിയില്ല കേട്ടോ. മഴ മാറണവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ബ്രിഡ്ജിൻ്റെ ഇവിടെ ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. ഇവിടെ എന്തോ റിസോർട്ട് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മെക്കോങ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, എന്തോരം ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബ്രിഡ്ജ് വരും. ഇവിടെ അത്യാവശ്യം ബ്രിഡ്ജുകൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓരോ ബ്രിഡ്ജ് ഇങ്ങനെ കടന്ന് വേണം നമ്മൾ പോകാൻ. ഇനിയിപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് മാറിയിട്ടേ പോകുള്ളൂ കേട്ടോ. കുറച്ച് നേരം ഫോൺ ചാർജ് ചെയ്യണം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങാട് ജസ്റ്റ് ഒക്കെ ഒന്ന് നടക്കാൻ വേണ്ടി വന്നിട്ടാ. മഴ പൊടിയുന്നുണ്ട്. റോയിങ് വേണമെങ്കിൽ നമുക്ക് ഇന്ന് പിടിക്കാട്ടെ. ഞാൻ പയ്യെ പോകണുള്ളൂ. അതുപോലെ മലയിലൊക്കെ ഇങ്ങനെ കോട കയറി വരേണ്ടത് കേട്ടോ. മഴ പൊടിയതിനനുസരിച്ച് കോട ഇങ്ങനെ വന്നിട്ടിരിക്കണേ. കാലാവസ്ഥ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടാ. ഇപ്പോൾ ഒരു ഇരുട്ടിയ പോലത്തെ ഒരു ഫീല് തോന്നുന്നുണ്ട്. ഇത്ര നേരം ഒരു തെളിച്ചുകൊണ്ടാണ്, പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് ഇരുട്ടിയ പോലെ തോന്നുന്നുണ്ട്. അടിയിലൂടെ ഒഴുകണതാണ് സിയാങ് റിവർ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ ചൈനയിൽ നിന്നും ഒഴുകി വന്ന റിവറാണ്. വെള്ളത്തിൻ്റെ കളർ വയ്ക്കുക നിങ്ങൾ, എന്ത് തെളിഞ്ഞ വെള്ളമല്ലേ, നമുക്ക് അടിയൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടിട്ട് ചാടാൻ തോന്നുന്ന ഒരു ഫീലാണ്. ചാടിക്കഴിഞ്ഞാൽ നമ്മൾ തലയിടിച്ച് വീഴും കേട്ടോ. ഇതിങ്ങനെ ഒഴുകി നേരെ ബ്രഹ്മപുത്രയായിട്ട് കൂടിച്ചേരും കേട്ടോ. കണ്ടില്ലേ, നല്ല സ്പീഡിലാണ് ഒഴുകണത്. നല്ല തെളിനീര് പോലത്തെ വെള്ളം കേട്ടോ. എന്തായാലും നമുക്ക് പയ്യെ പോവാട്ടാ. ഇനി ഇവിടെ ഇന്ന് നമ്മൾ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. മഴയില്ലെങ്കിൽ നമുക്ക് അടിയിൽ ടെൻ്റ് അടിക്കാം കേട്ടോ. ഇത് നോക്കിയേ, നല്ല കിടിലൻ സ്ഥലമാണ് കേട്ടോ. നമുക്ക് അവിടെ ടെൻ്റൊക്കെ അടിച്ച് നല്ല അടിപൊളിയാണ്. പക്ഷേ ഈ മഴ നിൽക്കാത്തതുകൊണ്ട് ആകെ പെട്ടിരിക്കണ കേട്ടോ. ഇത് പാസിഗഡിലേക്ക് പോകണം, റോയിങ്ങിന്ന് പാസിഗഡ് പോണ ബസ്സാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് എല്ലാ ദിവസവും സർവീസ് ഉണ്ട് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ബസ് കണ്ടില്ലേ, ആ ബസ്സാണോ ഇല്ലയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു ബസ്സായിരിക്കാം. അത് അവിടെ കൊണ്ട് ആൾക്കാർ ഇറക്കിയിട്ട് തിരിച്ച് റിട്ടേൺ പോണ വഴിയായിരിക്കും കേട്ടോ. എന്നിലാണെങ്കിൽ റെയിൻകോട്ടിൻ്റെ പാൻ്റ് ഇല്ല, അതുകൊണ്ട് പെട്ടിരിക്കണാണ്. റെയിൻകോട്ടിൻ്റെ പാൻ്റ് ഒരെണ്ണം മേടിക്കണം. നമുക്ക് എന്തായാലും റോയിങ് എന്നിട്ടൊന്ന് നോക്കാം കേട്ടോ. ഈസ്റ്റ് സിയാങ്ങിൽ നിന്നും ലോവർ ഡിബാങ് വാലി ഡിസ്ട്രിക്റ്റിലേക്ക് കയറണം കേട്ടോ. അടുത്തൊരു ഡിസ്ട്രിക്റ്റാണ്, ഏകദേശം 27 ഡിസ്ട്രിക്റ്റ് ഉണ്ട് കേട്ടോ അരുണാചലിൽ. അങ്ങനെ ഇത് എത്രാമത്തെ ഡിസ്ട്രിക്റ്റ് അത് ഓർക്കാതെ കേട്ടോ. ലോവർ വെൽക്കം ടു ദംബുക് കണ്ടില്ലേ, വെൽക്കം ടു ദംബുക്, ലോവർ ഡിബാങ് വാലി ഡിസ്ട്രിക്ട് അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഡിബാങ് വാലി നാഷണൽ പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ചകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും കേട്ടോ ഓരോരോ വീഡിയോയിൽ. അങ്ങനെ നമ്മൾ ദംബൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കടയിൽ വന്നിരിക്കണത്, കാരണം നല്ല മഴയായിരുന്നു. മഴയത്ത് നമ്മൾ പെട്ടുപോയ അവസ്ഥയിൽ കേട്ടോ. എൻ്റെ ഓൾറെഡി റെയിൻകോട്ട് ഉണ്ട്, പിന്നെ പാൻറ്റില്ല കേട്ടോ. പാൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നനഞ്ഞ് ചീഞ്ഞു പോയി, കാരണം നല്ല മഴയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷൂ ഒക്കെ ആകെ നനഞ്ഞ് ചീഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ആ ഒരു സ്ഥലത്തു നിന്നാണ് വന്നത്. ഇവിടെ നിന്ന് നേരെ റോയിങ് ഏകദേശം 30 സംതിങ് എന്തോ കിലോമീറ്ററിലും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ആലോചിച്ച് ഇവിടെ ഒരുപാട് കാലി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, മുറികൾ. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞ് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മളിവിടെ ടെൻ്റ് അടിക്കാമല്ലാന്ന് വെച്ച്, കാരണം അതാകുമ്പോൾ ഇവിടെ കുറച്ച് നേരം ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ബാത്റൂം സൗകര്യങ്ങൾ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം ആലോചിച്ച് അതിൻ്റെ മേലിൽ ടെൻ്റ് അടിച്ചാലോ എന്ന്. അതിപ്പോൾ പണിതണ്ടിരിക്കണേ. അപ്പോൾ അവർ പറഞ്ഞു അവിടെ അടിക്കണ്ട, ഇവിടെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഇന്ന് ഇവിടെ തങ്ങാലാന്ന് ചോദിച്ചു.
ഇത് കഴിഞ്ഞിട്ട് ദംബൂക്കി വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആദ്യം കണ്ടത് ഇതായതുകൊണ്ട് ഇവിടെ തന്നെ അടിക്കാമല്ലാന്ന് വെച്ചിട്ടാ. അപ്പോൾ എന്തായാലും ഇന്ന് ഫുഡ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ട്. പുറത്തുനിന്ന് കഴിക്കണ്ട കേട്ടോ. പുറത്തുനിന്ന് കഴിക്കാന്ന് വെച്ചാൽ നല്ല പൈസയും. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു ഫുഡ് വേണ്ട, ഫുഡ് ഞാൻ ഉണ്ടായിക്കോളാം എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ മക്കളെ നമ്മൾ ടെൻ്റ് അടിച്ചേട്ടാ. ടെൻറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു അഴ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇരിക്കണ മറ്റേ റോപ്പ് ഉണ്ട് കേട്ടോ, സൈക്കിളിൽ കെട്ടണ. അത് വെച്ച് ചെറിയൊരു അഴ ഉണ്ടാക്കി. അത് ജസ്റ്റ് റെയിൻകോട്ടൊക്കെ ഒന്ന് ഉണക്കാനിട്ടതാണ്. അതുപോലെ എൻ്റെ സൈക്കിൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർ എന്തോ പരിപാടിയായിട്ട് അവർ പോയേക്കണേണ്. അവരിപ്പോൾ ആരും ഇല്ലാട്ടെ അതിൻ്റെ ഉള്ളിൽ. എല്ലാവരും എന്തോ ഒരു പരിപാടിയായിട്ട് പോയേക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ തങ്ങണമെന്നാണ് പറഞ്ഞത്. പിന്നെ അതേ ഇപ്പുറത്തെ സൈഡിലും കടയുണ്ട് കേട്ടോ. അവർ പയ്യെ അടക്കുള്ളൂ. ഇവർ നേരത്തെ അടച്ചിട്ട് പോയിട്ടാ. ഞാൻ പറഞ്ഞില്ല പരിപാടി ഉള്ളതുകൊണ്ട്. ഇനി നാളെ നമ്മൾ റോയിങ്ങിലേക്ക് പോവും. എന്തായാലും ഫുഡ് കഴിക്കണ വീഡിയോ എന്താ ഉണ്ടാക്കിയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് കേട്ടോ. പരിപ്പ് കറിയുണ്ട്, ചോറ്, അച്ചാറുണ്ട് കേട്ടോ. അച്ചാർ നമുക്ക് ഒരു ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചതാണ് ആർമിയുടെ. അപ്പോൾ അതിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ. ഇത് നോക്കി, ഇതെൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒതുക്കാനുണ്ട്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഒതുക്കാലാന്ന് വെച്ച്. അപ്പോൾ തുടങ്ങാം. നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്ത് അച്ചാറും വെച്ച് പറയലില്ല. ചോറന്നേ അത്യാവശ്യം വെന്തുപോയി. പിന്നെ അതുപോലെ തന്നെ ചെറുതായിട്ട് അടിയിലൊന്ന് പിടിച്ചേട്ടാ. അപ്പോൾ അതാണ് കാരണം. നമ്മൾ നാളത്തേക്ക് വെച്ചേക്കാണ്. നാളെ രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പോൾ കറി ചൂടാക്കിയാൽ മതി. ചോറ് തിളപ്പിക്കണം. എന്നിട്ട് രണ്ടും കൂടെ കഴിച്ചിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ പോണേക്കൊന്നും കിട്ടൂല. അതുപോലെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ കേട്ടോ. നമ്മളെ കൊണ്ട് അത് മുതലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഫുഡ് ഉണ്ടാക്കണത് യാത്രയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അത് വേറെ തന്നെ ഉണ്ടോ. നിങ്ങൾ യാത്ര ചെയ്യണ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിട്ടുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസിൽ അതൊന്ന് ഷെയർ ചെയ്യട്ടോ. എനിക്ക് കിട്ടുന്ന ഫീൽ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ അടുത്ത ദിവസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.